മലയാള സിനിമയിലെ ബോക്സ് ഓഫീസ് കളക്ഷനിലെ പല റെക്കോർഡുകളും സ്വന്തം പേരിലാക്കിയ താരമാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ. തുടർച്ചയായ പരാജയങ്ങൾക്കു ശേഷം മോഹൻലാൽ സിനിമ തുടരെ വിജയക്കുതിപ്പ് നടത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2025 മോഹൻലാലിന്റെ വർഷമാണ്. മോഹൻലാലിന്റെ കരിയർ ആകെ പരിശോധിച്ചാലും ഈ പ്രവണത നിലനിർത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തുടർ പരാജയങ്ങളിൽ നിന്നും ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകളിലൂടെയാണ് മോഹൻലാൽ എപ്പോഴും തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. മോഹൻലാൽ ആദ്യമായി സൂപ്പർ താര പദവിയിലേക്ക് ഉയർത്തപ്പെട്ട രാജാവിന്റെ മകൻ തൊട്ട് ഈ ആവർത്തനം നമുക്ക് കാണാൻ സാധിക്കും. അതുവരെ പ്രതിനായക വേഷങ്ങളിൽ സിനിമയിൽ പ്രത്യക്ഷപ്പെട്ട നടനായിരുന്നു മോഹൻലാൽ. അതിനാൽ തന്നെ ലാലിനെ നായകനാക്കി സിനിമ ചെയ്യുന്നതിൽ പല നിർമ്മാതാക്കളും ആദ്യം ഒരു നീരസം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, പരാജയ സിനിമകളുടെ സംവിധായകൻ തമ്പി കണ്ണന്താനത്തിന്റെ പ്രൊജക്ട്, മമ്മൂട്ടി ഉപേക്ഷിച്ച സിനിമ എന്നീ അപവാദങ്ങളും ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമായിരുന്നു. ഒടുവിൽ തമ്പി കണ്ണന്താനം തന്നെ രാജാവിന്റെ മകൻ നിർമ്മിച്ചു. മോഹൻലാലിന്റെയും മലയാള സിനിമയുടെയും തലവര മാറ്റിയ തീരുമാനങ്ങളായിരുന്നു ആ സിനിമയിലൂടെ പിറവി കൊണ്ടത്. മലയാള സിനിമ എന്ന വ്യവസായത്തിന്റെ ബോക്സ് ഓഫീസിൽ മോഹൻലാൽ അത്ഭുതം തീർക്കാൻ തുടങ്ങിയത് അന്നു മുതലാണ്. പ്രതിനായകന് ഹീറോ പരിവേഷം നൽകുന്ന ഡെന്നീസിന്റെ തിരക്കഥയിലെ വിൻസെന്റ് ഗോമസായി മോഹൻലാൽ മികച്ച പ്രകടനം അന്ന് നടത്തി. 1986 പുറത്തിറങ്ങിയ രാജാവിന്റെ മകൻ ആ വർഷത്തെ ബോക്സ് ഓഫീസ് ഹിറ്റുകളിലൊന്നായി അന്ന് മാറുകയും ചെയ്തു. അതിലുപരി ആ സിനിമ ഒരു ട്രെൻഡ് സെക്ടർ ആയിരുന്നു അന്ന്. അധോലോക നായകന്റെ വിൻസെന്റ് ഗോമസ് സംഭാഷണങ്ങളും കോസ്റ്റ്യൂമുകളും എല്ലാം അന്ന് തരംഗമായി മാറി. മമ്മൂട്ടിക്ക് ശേഷം പുതിയൊരു സൂപ്പർ താരത്തിന്റെ പിറവിയായിരുന്നു രാജാവിന്റെ മകനിലൂടെ അന്ന് സംഭവിച്ചത്. എന്നാൽ അതിനുശേഷം ഇറങ്ങിയ മോഹൻലാൽ ചിത്രങ്ങൾക്ക് ആ സിനിമയുടെ വിജയം ആവർത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. മോഹൻലാൽ എന്ന നടന്റെ മലയാള സിനിമയിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചിരുന്നുവെങ്കിലും ബോക്സ് ഓഫീസിൽ രാജാവിന്റെ മകന്റെ വിജയം ലഭിച്ചില്ല. ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ മോഹൻലാൽ ചിത്രങ്ങൾക്ക് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ബോക്സ് ഓഫീസിൽ നിന്നും ലഭിച്ചിരുന്നത്. പിന്നീട് 1987 എസ് എൻ സ്വാമിയുടെ തിരക്കഥയിൽ കെ മധു സംവിധാനം ചെയ്ത 20-ാം നൂറ്റാണ്ടിലൂടെ മോഹൻലാൽ വീണ്ടും ഒരു ഗംഭീര തിരിച്ചുവരവ് നടത്തുകയായിരുന്നു. ഒരിക്കൽ കൂടി മോഹൻലാൽ അധോലോക രാജാവിന്റെ വേഷമണിഞ്ഞതോടെ 20-ാം നൂറ്റാണ്ട് രാജാവിന്റെ മകന്റെ വിജയം ആവർത്തിക്കുകയും ചെയ്തു. സാഗർ ഏലിയാസ് ജാക്കി എന്ന കഥാപാത്രം മോഹൻലാലിന്റെ സൂപ്പർ താര പദവി ഊട്ടി ഉറപ്പിക്കുന്നതായിരുന്നു. ഇതിന് പിന്നാലെ കമലിന്റെ ഉണ്ണികളെ ഒരു കഥ പറയാം, ജോഷിയുടെ ജനുവരി ഒരു ഓർമ്മ, സത്യനന്ദിക്കാടിന്റെ നാടോടിക്കാറ്റ്, തമ്പി കണ്ണന്താനത്തിന്റെ ഭൂമിയിലെ രാജാക്കന്മാർ, വേണു നാഗവള്ളിയുടെ സർവകലാശാല, പ്രിയദർശന്റെ ആര്യൻ എന്നീ സൂപ്പർ ഹിറ്റുകളിലൂടെ മോഹൻലാൽ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ തരംഗമായി മാറി. എന്നാൽ ആ വർഷം ന്യൂഡൽഹിയിലൂടെ മമ്മൂട്ടിയാണ് ബോക്സ് ഓഫീസ് കിങ് ആയത്. എന്നാൽ തൊട്ടടുത്ത വർഷം തന്നെ മോഹൻലാൽ തന്റെ സിംഹാസനം തിരിച്ചു പിടിച്ചു. മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിലിറങ്ങിയ ചിത്രത്തിലൂടെ പുതിയ ഇൻഡസ്ട്രി ഹിറ്റ് മോഹൻലാൽ സ്വന്തം പേരിലേക്ക് എഴുതി ചേർക്കുകയായിരുന്നു. 365 ദിവസത്തിലധികം ദിവസങ്ങൾ ഓടിയ ചിത്രമായിരുന്നു ചിത്രം. അതിന് ശേഷം വന്ന പട്ടണപ്രവേശം, വെള്ളാനകളുടെ നാട്, കിരീടം, സത്യൻ, വരവേൽപ്പ്, ഇന്ദ്രജാലം, ഏയോട്ടോ, ലാൽ സലാം, ഉള്ളടക്കം എന്നീ ലാൽ ചിത്രങ്ങളും സൂപ്പർ ഹിറ്റുകൾ. എന്നാൽ ബ്ലോക്ക് ബസ്റ്റർ പദവി കിട്ടുന്നത് ഹിസ് ഹൈനസ് അബ്ദുള്ളയ്ക്കായിരുന്നു. 1990-ലായിരുന്നു ഈ സിനിമ പുറത്തിറങ്ങിയത്. 1991-ലും മോഹൻലാലിന് ഇൻഡസ്ട്രി ഹിറ്റ് ലഭിച്ചു, കിലുക്കത്തിലൂടെ. പ്രിയദർശൻ മോഹൻലാൽ ഹിറ്റ് ജോഡി പുതിയ ഇൻഡസ്ട്രി ഹിറ്റ് തങ്ങളുടെ പേരിലേക്ക് എഴുതി ചേർത്തു. എന്നാൽ പിന്നീടെത്തിയ കിഴക്കുണരും പക്ഷി, ധനം, വസ്തുഹാര, അഹം, രാജശില്പി എന്നീ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ ചലനമുണ്ടാക്കിയില്ല. ഭരതം, അദ്വൈതം, വിഷ്ണുലോകം, കമലദളം, നാടോടി, യോധ എന്നീ സിനിമകൾ തിയേറ്ററിൽ ഓടിയെങ്കിലും സൂപ്പർ ഹിറ്റായി മാറിയില്ല. 92-ൽ വിയറ്റ്നാം കോളനിയിലാണ് മോഹൻലാലിന് ബ്ലോക്ക് ബസ്റ്റർ വീണ്ടും സമ്മാനമായത്. 1993-ൽ മോഹൻലാൽ എന്ന നടന്റെയും താരത്തിന്റെയും ഉജ്ജ്വല പ്രകടനമായിരുന്നു മലയാളികൾ കണ്ടത്. ദേവാസുരത്തിലൂടെ ബ്ലോക്ക് ബസ്റ്റർ നേടിയ ലാൽ ആ വർഷം തന്നെ മണിച്ചിത്രത്താഴിലൂടെ തന്റെ പേരിലുള്ള ഇൻഡസ്ട്രി ഹിറ്റ് റെക്കോർഡും വീണ്ടും ഭേദിച്ചു. എന്നാൽ പിന്നീട് ലാൽ ചിത്രങ്ങൾക്ക് പരാജയം നേരിടേണ്ടി വന്നു. ഇതിൽ നിന്നും ലാലിനെ രക്ഷിച്ചത് പ്രിയദർശനാണ്. ശോഭനയും മോഹൻലാലും വീണ്ടും തകർത്താടിയ തേന്മാവിൻ കൊമ്പത്ത് 1994-ൽ സൂപ്പർ ഹിറ്റായി മാറി. പിന്നാലെ എത്തിയ മിന്നാരവ് വിജയിച്ചു. 1995-ൽ മോഹൻലാലിന്റെ ഉസിരൻ കഥാപാത്രമായ ആടുതോമ പിറവിയെടുത്തു. സ്ഫടികത്തിലൂടെ മോഹൻലാലിന് വീണ്ടും ബ്ലോക്ക് ബസ്റ്റർ വിജയങ്ങൾ.
1997 ചന്ദ്രലേഖയായിരുന്നു മോഹൻലാലിന്റെ തിരിച്ചുവരവ് അടയാളപ്പെടുത്തിയത്. ലാലിന്റെ ശബ്ദം പോയി എന്നതടക്കമുള്ള അഭ്യൂഹങ്ങൾക്കുമായുള്ള മറുപടിയായിരുന്നു ചന്ദ്രലേഖ. 90കളുടെ അവസാനവും 2000ത്തിന്റെ തുടക്കത്തിലും ഇറങ്ങിയ ആറാം തമ്പുരാനും നരസിംഹവും രാവണപ്രഭുവും കേരള ബോക്സ് ഓഫീസിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ഇതിനു പിന്നാലെ മോഹൻലാൽ തുടർ പരാജയങ്ങൾ വീണ്ടും നേരിടേണ്ടി വന്നു. മീശപിരിയൻ വേഷങ്ങളിൽ മോഹൻലാലിനെ പ്രേക്ഷകർ വളരെയധികം നിരാശപ്പെടുത്തുകയായിരുന്നു ആ വർഷങ്ങളിൽ. എന്നാൽ 2003 ബാലേട്ടനിലൂടെ മോഹൻലാൽ ഗംഭീര തിരിച്ചുവരവ് വീണ്ടും നടത്തി. ബോക്സ് ഓഫീസിൽ ലാൽ ചിത്രങ്ങൾ വീണെങ്കിലും ഉദയനാണ് താരത്തിലൂടെ ബ്ലോക്ക് ബസ്റ്റർ ക്ലബിലേക്ക് തിരിച്ചെത്തി. നരൻ, തന്മാത്ര, രസതന്ത്രം, വടക്കുംനാഥൻ, കീർത്തിചക്ര എന്നീ സിനിമകളിലൂടെ ലാൽ വിജയക്കുതിപ്പ് വീണ്ടും വീണ്ടും ആവർത്തിച്ചു. 2007 ഹലോയും ചോട്ടാ മുംബൈയും മോഹൻലാലിന്റെ ബ്ലോക്ക് ബസ്റ്റർ സിനിമയുടെ ലിസ്റ്റിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു. അതിനുശേഷം 2012 വരെ മോഹൻലാലിന് പറയത്തക്ക വിജയങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. 2009 ഇവിടം സ്വർഗം മാത്രമായിരുന്നു ഇതിന് ഒരു അപവാദമായി നിന്നത്. അതിനിടെ 2020, ക്രിസ്ത്യൻ ബ്രദേഴ്സ്, ചൈന ടൗൺ എന്നീ മൾട്ടി സ്റ്റാർ സിനിമകളിലും മോഹൻലാൽ ഭാഗമായിട്ടുണ്ട്. 2012 റൺ ബേബി റണ്ണിലൂടെ മോഹൻലാൽ തന്റെ താരപദവി തിരിച്ചുപിടിച്ചു. എന്നാൽ കർമ്മയോധ, ലോക്പാൽ, റെഡ് വൈറ്റ്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഗീതാഞ്ജലി എന്നീ സിനിമകൾ പരാജയങ്ങളായി മാറി. പക്ഷേ 2013 പുറത്തിറങ്ങിയ ദൃശ്യം മലയാള സിനിമയുടെ തന്നെ തലവര മാറ്റി. മലയാള സിനിമയിലെ ആദ്യത്തെ 50 കോടി സിനിമ എന്ന നേട്ടമാണ് ദൃശ്യം ആദ്യം സ്വന്തമാക്കുന്നത്. പിന്നീട് പല ഭാഷകളിലേക്കും ചിത്രീകരിക്കപ്പെട്ട സിനിമയായും ദൃശ്യം മാറി. അതിനുശേഷം 3 വർഷത്തോളം മോഹൻലാലിന് കാര്യമായ വിജയങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. എന്നാൽ 2016 മലയാളത്തിലെ ആദ്യത്തെ 100 കോടി ക്ലബ് സിനിമ വീണ്ടും പിറവിയെടുത്തു, നമ്മുടെ സ്വന്തം പുലിമുരുകൻ. അതേ വർഷം തന്നെ ഒപ്പം എന്ന പ്രിയദർശൻ ചിത്രത്തിലൂടെ മോഹൻലാൽ തന്റെ വിജയക്കുതിപ്പ് ആവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ അതിനുശേഷവും മോഹൻലാൽ ചിത്രങ്ങൾ തുടർച്ചയായി പരാജയപ്പെട്ടു. 2019 ലൂസിഫറിലൂടെ മോഹൻലാൽ വീണ്ടും തന്റെ സിംഹാസനം ഒരിക്കൽ കൂടി പിടിച്ചു. വീണ്ടും 100 കോടി ക്ലബിൽ എത്താനും മോഹൻലാലിന് സാധിച്ചു. എന്നാൽ ഇതിനുശേഷവും മോഹൻലാൽ തുടർ പരാജയങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടി വന്നു. ഒടിയനും, നെയ്യാറ്റിൻകോവൻ, അതുപോലെ തന്നെ പല സിനിമകളും. ഇതിനിടെ ദൃശ്യം 2, ബ്രോഡാഡി, 12th മാൻ എന്നീ ചിത്രങ്ങൾ OTTയിൽ മികച്ച പ്രതികരണം നേടിയിട്ടുണ്ട്. ബിഗ് ബ്രദർ, ആറാട്ട്, മോൺസ്റ്റർ, എലോൺ, എട്ടിമണി, മെയ്ഡ് ഇൻ ചൈന എന്നീ ചിത്രങ്ങൾ സാമ്പത്തികമായി പരാജയപ്പെട്ടു. എന്നാൽ 2023 നേരിലൂടെ മോഹൻലാൽ വീണ്ടും ബോക്സ് ഓഫീസ് കളക്ഷനിലെത്തി. 80 കോടിയിലധികമാണ് നേര് കളക്ട് ചെയ്തത്. 2024 ഏറെ പ്രതീക്ഷയോടെ എത്തിയ മലൈക്കോട്ടെ വാലിബൻ വൻ പരാജയമായി മാറി. എന്നാൽ 2025 വീണ്ടും ഗംഭീര തിരിച്ചുവരവാണ് ഇപ്പോൾ മോഹൻലാൽ നടത്തിയിരിക്കുന്നത്. ലൂസിഫർ ഫ്രാഞ്ചൈസിലെ രണ്ടാമത്തെ ചിത്രമായ L2 എമ്പുരാനിലൂടെ മലയാളികൾ ഇരുകൈ നീട്ടി മോഹൻലാലിനെ സ്വീകരിച്ചു. അവസാനം ഇപ്പോൾ തുടരും എന്ന സിനിമ. എന്തായാലും മോഹൻലാലിന്റെ ജൈത്രയാത്ര ഇനിയും തുടരുക തന്നെ ചെയ്യും.